ആരുടെ കിടന്ന് വിളിക്കുന്നു? വെള്ളം കുടിക്കാൻ സമ്മതിക്കും. ഹലോ, ആ പറടാ. ഓ ഞാൻ സെറ്റ്, നിങ്ങളാ? എല്ലാം വരുമോ? ആ 5:30. ഓ പിന്നല്ല, ചിന്നുവിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ചിന്നു ഒന്നും പ്രശ്നമില്ല. ആ പിന്നെ അച്ഛനെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഞാൻ സെറ്റാക്കിയിട്ട് വരാം. ആ അപ്പം ഓഫ് ടു മൂന്നാർ. സെറ്റ്. ആ ഓക്കെ. ഓഹോ, ഫ്രണ്ട്സ് മൂന്നാറുകോളം പ്ലാനാണല്ലേ അങ്കിൾ. പങ്കേ എന്താ? ഇല്ലല്ലേ, സ്വെറ്റർ വല്ലതും ഉണ്ടാടി? സ്വെറ്റർ എന്തിനാ? മൂന്നാർ ട്രിപ്പ് പോകാനാണോ? മൂന്നാർ ട്രിപ്പ് ഒന്നും പോണില്ല. പിന്നെ എനിക്ക് ഭയങ്കര പനിയടി. ഇതണ്ട അള്ളി എന്തിനാ നീ? ഭയങ്കര ചൂട് അല്ലയോ? പോട്ടെ. കുളിരുന്ന് ഭയങ്കരമായിട്ട്. കുളിരും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കൂടുതൽ ഷോ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ കേട്ട് സംസാരിക്കാം. അപ്പച്ചിയെ പറ്റിച്ചിട്ട് മൂന്നാർ ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ആണല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും. ചതിക്കരുത്. എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ 5 മുട്ട പപ്സ്, 2 ശാദശി, 10 ലഡു, 5 ജിലേബി. സെറ്റല്ലേ? സെറ്റല്ല. അതെ, അങ്ങ് പണ്ട്. ഇപ്പൊ പിങ്കി വളർന്നു. കുറച്ച് വലിയ എന്തെങ്കിലും തന്നെ വേണം. ആ പോട്ടെ, ക്യാഷ് ആയിട്ട് തന്നെ തരാം. 500 1500 തരാം. എനിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനാണോ ഞാനും വരുന്ന ട്രിപ്പ് പോവാൻ. ഞാൻ ഫ്രണ്ട്സോട്ട് പോകണത് നീ കൂടെ പറഞ്ഞ ട്രിപ്പ് പോവാൻ. നീ എന്നെ പാടി കിടന്നാ കണ്ടു. അതൊന്നും നടക്കാന്നില്ല. അങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് അല്ലേ? എന്നും പറഞ്ഞ് ഫ്രണ്ട്സോട്ട് ട്രിപ്പ് പോകുമ്പോൾ വീട്ടിലുള്ള പിള്ളേരെ കൂടെ കൊണ്ടുപോകാരെങ്കിലും. എന്നെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ലേ? പിന്നെ കൊണ്ടുപോകില്ല. ഇല്ല. ആ എന്നാ ഞാൻ ഈ കാര്യം മൊത്തം അപ്പൂന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോഴാ എന്താ പറയാടി? നീ പറഞ്ഞ പിന്നെ ഇവിടെ എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നു. എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ എന്തായാലും പോവും. പോവും. നീ ചെന്ന് പറ. അങ്കളെ, ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കണേ. അപ്പച്ചിയുടെ അടുത്ത് പറയാതെയാണ് പോണെന്നും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്തോ ചെന്ന് വെക്കാൻ പറയും. നിന്റെ വല്ല തെളിവ് വേണ്ട. തെളിവ് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരും വിശ്വസിക്കാൻ പോണില്ല. തെളിവ് സഹിതം തന്നെ ഞാൻ എല്ലാം ഇട്ടുകൊടുക്കും. നീ ഇട്ടുകൊടുക്കണം. എല്ലാം തൊണ്ടോടാ അവർ വിഴുങ്ങുകയും ചെയ്യും. ചെന്ന് കാറ്റി കൊടുക്കും. നിന്നെ കൊണ്ടുപോകാൻ പറ്റാതെ പോകാൻ പറ്റും. ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ നോക്ക്. ട്രിപ്പ് ഞാൻ മുടക്കി തരാം. നീ കുറെ മുടക്കി തരാം. പാടി ഓഹോ, കാണിച്ചു. എന്താണ് കാണിക്കുന്നത്? അപ്പൊ വല്ല അറിഞ്ഞ എന്തിന്? രാമങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മൂന്നാർ ട്രിപ്പ് പോവാൻ പോണെന്ന്. മൂന്നാറാ? ഓ, ആര് പറഞ്ഞത്? ആരും പറഞ്ഞില്ല. രാമങ്ങൾ കോൾ വിളിച്ചോണ്ടിരിക്കുന്നതേ ഞാൻ കേട്ട്. അപ്പോ ഒരു കാരണവശാലും വിടരുത് കേട്ടാ. രാമകൾ വരുന്നുണ്ട്. പോവാനായിട്ട് അനുവാദം ചോദിക്കാനായിരിക്കും പറഞ്ഞത്. ഒരു കാരണവശാലും സമ്മതിക്കില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പണി ചെയ്തോണ്ടിരുന്നോ? അച്ഛാ, ചെറുക്കന്മാരെല്ലാം കൂടെ ട്രിപ്പ് പോകണം കേട്ടോ, മൂന്നാറിൽ. എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പോണമെന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്നല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അച്ഛാ, ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ കിടന്ന് മൂന്നാറ് ട്രിപ്പ് എന്നൊക്കെ കിടന്ന് വിളിക്കും. ഇവന്മാർക്ക് ഒരു ബോധമില്ല അച്ഛാ. നീ പോണില്ലല്ലേ, പിന്നെ എന്ത്? ആ പോണില്ലേ. ഞാനാണെങ്കിൽ ചിന്നുവിനെ കാണാത്ത ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഊണും ഉറക്കവും എല്ലാം പോയച്ച. മക്കളെ, 2 ദിവസം കഴിയുമ്പോ അവള് വരും. നീ സമാധാനപ്പെടെ. അച്ഛാ, 2 ദിവസം അങ്ങനെ നിസ്സാരപ്പെടുത്തി പറയല്ല അച്ഛാ. അച്ഛനെന്റെ മനസ്സ് മനസ്സിലാക്കണം. 2 ദിവസം പറഞ്ഞാലേ എനിക്ക് 2 യുഗങ്ങൾ പോലെയാണ്. അച്ഛനറിയാമോ? 2 യുഗം. ഞാൻ ഇങ്ങനെ നീ തങ്കക്കുടം പോർത്ത് എന്റെ മോനെ പറ്റിയാണ് നീ ഇത് പറഞ്ഞത്?
അവൻ ചിന്നുവിനെ കാണാത്ത പ്രയാസത്തിൽ നടക്കുകയാണ്. അയ്യേ അപ്പോ അത് അടവാണ്. എനിക്ക് പോലെയായിരുന്നു, ചെറുക്കൻ വലിയ പ്രയാസത്തിൽ പോയിരിക്കുകയാണ്. ഞാൻ അവനൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് വരാം. ശ്ശെ, അപ്പൊ അവിടെ നില്ല്. അങ്ങേര് ഉപ്പൂറ്റി തൊട്ട് തലമുടി അങ്ങ് അറ്റം വരെ കള്ളത്തരമാണ്. പോലെയായിരുന്നു കള്ളത്തരം പറഞ്ഞത്. ഓ ശ്ശെ, അപ്പു. ഓ പായസം പായസം എനിക്ക് വേണ്ടടി. പായസം വേണ്ടേ? വേണോന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേണോന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്റെ മനസ്സിന് എന്തോ പോലെ ഒരു വേണ്ട. മനസ്സിന് എന്ത് പറ്റി? പായസം കുടിക്കാനുള്ള മനസ്സ് എനിക്കില്ല. മക്കളെ ഇങ്ങോട്ട് മാറി. ഒരു മൂടില്ല വെച്ചാ വയ്യ എനിക്ക്. അയ്യോ അടവ്. കളരി പഠിച്ച മണിക്കുട്ട മോമിന്റെ കയ്യില് പോലും ഇല്ലല്ലോ ഇത്ര അടവ്. നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് വരണേ? മക്കളെ ഇത് പറ്റിയടാ. ഇതൊരു മനസ്സിനകത്തൊക്കെ ഒരു വല്ലായ മച്ചൻ. ആ പെണ്ണ് വല്ലം കഴിച്ചാണോ എന്തോ ചിന്നുവേ. അവള് ആഹാരം കഴിച്ച് കാണൂടാ. ആരും കഴിച്ചൊന്നുമില്ല, അവിടെ പായസം ഇല്ലല്ലോ. ദൈവമേ, ആക്ടിങ്. ഇത് ആക്ടിങ് ആണെങ്കിൽ ഇങ്ങേർക്ക് ഒരു അവാർഡ് കൊടുക്കണം കേട്ടോ. ഡി നിർത്തടി മകളെ, വിഷമിക്കാതെ. അതല്ലടി പെണ്ണെ, അത് മക്കളെ എടാ, നിനക്ക് ഇത്ര പ്രയാസമാണെങ്കിൽ നീ അവളെ അവിടെ നിർത്തി എന്തിനി? നീ ഇനി പോന്ന എന്തിനി? അത് പിന്നെ അച്ഛ ഒറ്റയ്ക്കാവണ്ടെന്ന് വിചാരിച്ചു. എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണി ഇല്ലേ മകളെ. അപ്പച്ചി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അങ്ങോട്ട് ഇമോഷണൽ ആവേണ്ട ഒരാവശ്യമില്ല. അപ്പച്ചി നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ട് പോയതല്ലല്ലോ, 2 ദിവസം അമ്മയുടെ അടുത്ത് പോയി നിന്നല്ലേ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലായൊന്നുമില്ല. എനിക്കെന്തോ അല്ല അച്ഛ, ഞാൻ എന്തായാലും എനിക്ക് വയ്യ. എനിക്ക് ഒരു ഞാൻ പോണം. ഇവിടെ നിന്നാ എന്റെ പായസവും വേസ്റ്റായി. ഇല്ല, ഇങ്ങടുത്തേക്ക് ഇപ്പൊ തരാം. മക്കളെ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പായസം എടുത്ത് പാത്രത്തിലിട്ട് ചിന്നൂന്ന് കുറിച്ചുവിടാൻ വേണ്ടി ആ തരാം. കുറിച്ചുവിടുക. അപ്പു എന്താ എല്ലാരും മണ്ടന്മാരാണല്ലോ ദൈവമേ. ജയിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? മക്കളെ പങ്ക ഇത് ഓ ഓ അത് വേണ്ട. നീ വിചാരിക്കുന്നതല്ലേ നമ്പർ എന്നാണ്? പിന്നെ എന്നാ അല്ല, സത്യത്തിൽ എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട് അവളെ കാണാത്തോണ്ട്. ഫീലിംഗ്? ഓ എനിക്ക് ഇനി പറ്റൂല ഇതൊന്നും കേൾക്കാൻ, വയ്യ. ഇപ്പം നിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ നീ പണ്ട് എങ്ങനെയല്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരുത്തിയായിരുന്നു. മനുഷ്യന്റെ ഫീലിംഗ് മനസ്സിലാക്കാനുള്ള ഇത് നിനക്കില്ലേ? ഒന്നുമില്ല, ഞാൻ നിന്റെ രാമങ്ങളില്ലേ, ഞാൻ പറയില്ലേ എനിക്ക് എൻ്റെ ഭാര്യയെ കാണണമെന്ന്. അപ്പൊ നീ എന്നെ ഇങ്ങനെ വിശ്വസിക്കാതിരിക്കുന്ന അതാണ് എനിക്ക് ഒരു മെയിൻ. ഇവരെ രണ്ടുപേരും വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നീയല്ലേ പണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിന്നോണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ്, പക്ഷെ എന്തോ വേണ്ടടി, നിനക്ക് വിശ്വാസമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ഭാര്യയെ കാണാൻ പറ്റാത്ത വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു. വിഷമമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പോ നിനക്ക് പിന്നെ മനസ്സിലാക്കാൻ വയ്യെങ്കിൽ പിന്നെ പോട്ടെ. അയ്യോ എനിക്ക് വിഷമായ നീ എന്നെ വിശ്വസിക്കാത്ത. ഇല്ലില്ല, നീ ഇങ്ങോട്ട് മാറി. എന്നെ വിശ്വസിച്ചില്ല നീ. അയ്യോ അങ്കിൾ എന്നെ വിശ്വസിച്ചില്ല നീ. അങ്കിളെ ഞാൻ വിശ്വസിക്കാം. ഒറിജിനലായിരുന്ന? ഓ, ഞാൻ വിചാരിച്ച അഭിനയായിരിക്കും. അങ്കിൾ